ബാക്കിൽ ഇന്നൊരു അമ്മൂമ്മ ഇരിക്കുന്നുണ്ട്. അമ്മൂമ്മ എവിടേക്ക് പോകുന്ന അമ്മൂമ്മ? എന്റെ മൂത്തമ്മൂൾ അഞ്ചുവിന്റെ അടുത്തേക്ക്. 30 കിലോ. ഈ 30 കിലോ അരി ഞാൻ ഒറ്റയ്ക്ക് എടുത്തു കൈസ്. അപ്പൊ റേഷൻ കടയിലെ ആൾക്കാർ, തൊട്ടപ്പുറത്തെ ആൾക്കാരൊക്കെ ഇത് എന്ത് പെൺകുട്ടിക്ക് രാവിലെ എന്താ കഴിക്കുന്നത്, ഉച്ചയ്ക്ക് എന്താ കഴിക്കുന്നത്? എനിക്ക് നല്ല ബലാണ്, ഭയങ്കര ആരോഗ്യബലാണ്. എല്ലുബലാണ്, സോറി, ആരോഗ്യബല. ഇയാള് പറയുന്നത് ഗൈസ് എല്ലുബലാണ് ഗൈസ് അല്ലെ? ഞാൻ ഈ 30 കിലോ എടുത്തപ്പോ ആൾക്കാര് പ്രതികരണം എല്ലാവരും നോക്കിട്ടെന്തോ ഏതാത് ചെയ്യുന്നത്. ദൈവമേ, അങ്ങനെയൊന്നും ചെയ്യരുത്. നട്ടല്ലെന്നില്ല, അല്ലെങ്കിലോ വളഞ്ഞതാ. കർത്താവേ ഗൈസ്, അങ്ങനെ വളർന്നിട്ടൊന്നുമില്ല നോക്ക്. അല്ലെങ്കിലും നട്ടല് വളർന്നൊക്കെ ഈശ്വരക്ക് വല്ല സുഖം നിൽക്കിയ ആൾക്കാർ ഒരു കുഴപ്പമില്ല ഗൈസ്. ഞാൻ നല്ല കുട്ടിയാണ്. അപ്പൊ നമ്മളിപ്പോ പോകുന്നത് എരിയമംഗലം നടത്തറ പൂച്ചട്ടി അല്ല അവിടേക്കാണ്, അഞ്ചിന്റെ അവിടേക്കാണ്. അവിടെ ജിമ്മിന് പോയിട്ടുണ്ടെങ്കിൽ നമ്മള് ജിം മാസ്റ്റർ കാണാൻ പറ്റില്ല. അയ്യോ, ജിമ്മിന് പോവരുന്ന് പറയണ്ടത്. അപ്പൊ അവിടെ പോട്ടെ, അവിടെ പോയിട്ട് ബാക്കി വിശേഷം കാണിക്കാം. ഓക്കെ, വിളിക്കാം. അങ്ങനെ അഞ്ചു കാറിൽ കയറിയിരിക്കണം. കാറ് ഇവിടെ പണി നടക്കായിരുന്നു. ഇവിടേക്ക് പണി നടക്കണമെന്ന് പറഞ്ഞോടെ അഞ്ചുന് പണി നടക്കണ പറഞ്ഞോടെ അഞ്ചു. അവൾക്കറിയോ എന്നിട്ട് എന്താ ഇവിടെ ഈ വഴി കൂടല്ലേ കുട്ടിയെ കണ്ടാ സപ്പോർട്ട് ചെയ്യണം. അത് എന്തിനാ വ്ളോഗിൽ പറഞ്ഞേ? വ്ളോഗിൽ പറയും. നീ തരുന്നെങ്കിൽ ആൾക്കാരെ വിളിച്ച് ഫുഡ് കൊടുക്ക്. ഷഷ്ടിയാണ്, എല്ലാരും എന്റെ വീട്ടിൽ വരിക. കോണ്ടാക്ട് നമ്പർ കാര്യങ്ങളൊക്കെ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ എന്റെ വീട്ടിൽ വന്ന് കൈ കഴുകുക. സ്വന്തം വീട്ടിൽ സ്വാമിയായോണ്ട് കടിച്ചു വലിക്കാനുള്ളതൊന്നും ഇല്ല. എന്താ കാരണം വെച്ചാൽ ഇവര് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാ എല്ലാ പ്രാവശ്യവും ഈ സമയത്ത്, ഈ ഷഷ്ടിയുടെ സമയത്ത് മലക്കുമാരോട്ട് രാവിലെ ഇവര് ഒരു ഇതാണ് ബുദ്ധി, ഒരു ടാക്ടിക് കാരണം രാവിലെ ഏട്ടൻ ഷഷ്ടിയാണേ. രാവിലെ ഏട്ടൻ പിന്നെ കയ്യിൽ കിട്ടൂല. നിന്റെ വീട്ടിൽ കാര്യം കൊണ്ട് വന്നേക്ക നിന്റെ അമ്മ 10 കിലോ 30 കിലോ ഇത് ഞാൻ പൊക്കിട്ടടി വന്നേ. ആരോഗ്യമുള്ള മോളായോണ്ടാ. നീ ഗുളിക കഴിക്കട്ടെ. ഞാൻ എന്ത് കിടപ്പായിരുന്നു. മേടിക്കത്തില്ല. നമുക്കൊന്നുമില്ല എടുത്തോണ്ടായിരുന്നില്ലേ? ആലോചിച്ചില്ല. അമ്മക്ക് പഞ്ചസാര കിട്ടിയത് മണ്ണണതേ. എന്താ മോളെ കണ്ട സന്തോഷം ഗൈസ്. 4 സെന്ററിൽ നിന്ന് റൈറ്റ് ബാഹുബലി ഗൈസ്. 30 കിലോ നമ്മളരി ഇതെടുത്തേക്കാണ്. എന്താ കണ്ടിരുന്നോ നീ? ചത്ത് അയ്യേ കാലത്തിന്റെ ഇറക്കം കൂടുന്നതൊന്നും പറഞ്ഞ കാര്യമില്ല. കാലൊക്കെ മടങ്ങി ഗൈസ്. 30 കിലോ എടുത്ത ക്ഷീണ. ചായ തരാം. അങ്ങനെ അമ്മ വന്ന അടുക്കളയിൽ നിന്ന് കുറ്റം പറയാണ്. നിൽക്കുന്നു നിങ്ങളുടെ എല്ലാമെല്ലാമായ പനീർ ബട്ടർ മസാല ഉണ്ടാക്കുന്ന ദിവസം എന്നെ അതിൽ കാണാം, അമ്മേനെ അതിൽ കാണാൻ ഭയങ്കര വീഡിയോ പോസ്റ്റ് ചെയ്യാൻ സമ്മതിച്ചില്ല. ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ല. തല വയ്യായി ഇട്ടിട്ടാ ഇന്നലെ ഞാൻ ജീവിതത്തിന്റെ ആദ്യമായിട്ടാ 11 മണിക്ക് പകല് കിടന്നു. പണിയൊക്കെ കഴിഞ്ഞിട്ടോ 2 മണിക്ക് വരെ ഞാൻ അങ്ങനെ ഉറങ്ങി. വയ്യാത്തോടത്ത് വണ്ടി വിളിച്ച് പിന്നെ ഇവിടെ പൊളിച്ചിട്ടേക്കണു. അപ്പൊ തള്ളി മറിക്കാൻ ഞാൻ വെയിറ്റ് നോക്കിയിട്ട് സങ്കടത്തിലാണ് ഞാൻ. അതെ തോന്നുന്നുണ്ട് കമ്മലിനാണ് പറ്റുന്നത്. വീഡിയോ എടുത്തപ്പോ എന്തെങ്കിലും ഉണ്ടോ? പുളിയോടെ പുളി ആ പുളിയുടെ മുകളിലാണോ മറ്റേ പഴയ പുളി കൊണ്ടിട്ടാണ് ആ നമ്മള് വാങ്ങിച്ച പുളി അടിയിലാണോ ഇപ്പൊ? മുകളിലാണ് ഇത്തിരി ഉള്ള നീ അതിനിഷ്ടം. തിന്നാനാ ചോദിക്കണ പുളി പുളി നല്ല പുളി. പക്ഷെ ഞങ്ങള് തന്നെ ഉപയോഗിക്കണം. സാമ്പാറിലേക്കൊക്കെ ഞാൻ മറ്റുള്ള മേടിക്കുന്ന സാമ്പാറിലിട്ട് കല്ലുപ്പിന്റെ അതിപ്രസരാ കല്ലുപ്പൊടും പിന്നെ കല്ലുപ്പ് നമ്മൾ ഇനി രാജ്യമായിട്ട് കല്ലുപ്പ് ഇട്ടിട്ടില്ല. അത് കേട് വരും. പുളി ഇല്ലാണ്ടിരിക്കുന്നു. അമ്മക്കുള്ളതൊക്കെ വല്ല കൊണ്ടുവന്നോളോ കൂട്ടാനും ഒക്കെ കൊണ്ടുവന്നോളോ. ഞാൻ നല്ലതാ. എനിക്ക് പുളിയെ മാത്രം അങ്ങനൊരു പുളിയില പറഞ്ഞ കേസ് നമ്മുടെ ടേസ്റ്റില്ല. നിങ്ങൾ ഇങ്ങനെ കഴിക്കാറുണ്ടോ? പുളി ഇങ്ങനെ കട്ടെടുത്തിട്ട് വീട്ടിൽ നിന്നൊക്കെ? ഞാൻ എപ്പോഴും അങ്ങനെയാ, ഇടയ്ക്കിടയ്ക്ക് എടുത്തിട്ട് എനിക്ക് പുളി ഭയങ്കര ഇഷ്ടമാണ്. അഞ്ചു ടിവി, നീ ടി വി അവിടെ വെച്ചിട്ടില്ല? പുതിയ ടിവിയാ രാവിലെ വെച്ചാണോ? എന്താണ് പറയാനുള്ളത്? ഒന്നുമില്ല, ക്യാമറ ഒന്നുമില്ലാന്ന്.
ഞാൻ പറഞ്ഞേ അപ്പൊ ഈ ഒരു TV ഉണ്ടല്ലോ TV ഇപ്പൊ മേടിക്കണ്ട പിന്നെ മേടിക്കാം. അയ്യോ സിനിമ കാണാൻ ഞങ്ങക്ക് അതിന്റെ TV വാങ്ങിച്ച പിന്നെ TV കണ്ടേക്കണത് രാഹുല് മാത്രമാണ് കേട്ടാ. മൊബൈലില് അപ്പൊ രാഹുൽ വന്നിട്ട് എന്നോട് പറയണേ അമ്മ മൊബൈല് നോക്കുമ്പോഴാണ് അഞ്ജുവിന് തലവേദനിക്കുന്നത്. അപ്പൊ അമ്മ ഞാൻ ഇത് തടസ്സൊന്നും പറയണ്ട മേടിച്ചോട്ടെ അമ്മ എന്ന് പറഞ്ഞു. കിട്ടുമെന്ന് രാഹുലിന് സംശയം അമ്മ ഞാൻ വേണ്ട ടിവിന്ന് പറഞ്ഞ അപ്പ തൊട്ട് മുഖം പോയി. അല്ല മുടക്ക് പറഞ്ഞാലും ഞാൻ വാങ്ങുന്നു നിർബന്ധം, അല്ലെങ്കിൽ ഞാൻ അവിടെ ഇപ്പൊ ഇറങ്ങുന്നു പറഞ്ഞു. അതൊന്നുമില്ല. അപ്പൊ പറഞ്ഞു രാഹുലിന്റെ വിഷമം ഞാൻ തടസ്സം നിൽക്കുമെന്ന്. അപ്പൊ രാഹുൽ മേടിച്ചോട്ടെ അമ്മ മൊബൈലിൽ നോക്കിയിട്ടാണ് തലവേദനിക്കണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു മൊബൈല് മാത്രം നോക്കണോ. എന്നിട്ട് ഇപ്പൊ TV മേടിച്ച് അവിടെ വെച്ചിട്ട് ഇന്നലെ വൈകുന്നേരം എന്താ ചെയ്തറിയോ എന്താ ചെയ്തിരുന്നേ? അമ്മന്ന് കിടന്നിട്ട് എന്നിട്ട് വിപുലി പോകുമ്പോ ഇങ്ങനെ കെടുക്കണം. അപ്പൊ എന്നിട്ട് വാതിൽ അടച്ചു കിടക്കണ കണ്ടിട്ട് ഞാൻ പറഞ്ഞു തുണിയിലാണ്ടൊന്നല്ല കേട്ടോ കിടക്കണേ. പറച്ചില് കേട്ടോ കിടപ്പ് കണ്ടിട്ട് വിപുലി വാതിലടച്ചിട്ട് പോയി. അതേപോലെ കമ്മന്ന് കൊണ്ട് എന്റെ ഫോണിന് സൗണ്ട് കൂടുതലാ, കിണി കിണി കിണീന്നടിക്കും. 6:30 അങ്ങോട്ട് കേറിയിട്ട് 6:30 7 മണിക്ക് ഞാൻ ഗീതയുടെ അവിടെ വന്നിട്ട് മഴയ്ക്ക് മുമ്പ് സീരിയല് കാണുമ്പോ ഞാൻ അവിടെ ഇരുന്നില്ലേ. അത് കഴിഞ്ഞിട്ട് ഉള്ളിയെ കയറി രാവിലെ പോയതിനു ശേഷം 9 മണി 9:30 പവിത്രം സീരിയല് കഴിഞ്ഞിട്ടാണ് ഇറങ്ങി വന്നത്. ഞാൻ ഈ സീരിയല് കിണി കിണീന്നടിക്കണം ഞാൻ കേട്ടോണ്ടിരിക്കണ. അപ്പൊ എന്റെ ഫോൺ നോക്കിയിരിക്കണ. ഒന്നുകൂടി എനിക്കറിയില്ല കണ്ണൊക്കെ അങ്ങനെ ഇതായിട്ട് എനിക്ക് തലവേദനിച്ചിട്ട് ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു എല്ലാ അരിദോശ ഉണ്ടാക്ക എല്ലാം അരച്ച് വെച്ചതുണ്ടല്ലോ. അരിദോശ അല്ല കേട്ടോ, ഇവരെന്തോ പേര് പറയും, തൊരട്ടടിയാ. അല്ല ഞങ്ങള് കറുമുറു ദോശ അതായത് നമ്മള് അരിയും പരിപ്പ് കുരുമുളക് കായം എന്നിട്ട് ഒരു വർത്തനം കേട്ട് വർത്തനത്തിലാണ്. അപ്പൊ അത് ഉണ്ടാക്കാൻ പറഞ്ഞു. അപ്പൊ അതിനെന്താ ചമ്മന്തി. അപ്പൊ രാഹുൽ പറഞ്ഞു ചമ്മന്തി വേണം പറഞ്ഞു. അപ്പൊ എന്ത് ചമ്മന്തിയുടെ പേരെന്താണെന്നറിയോ? കാന്തി. അതാ ഞങ്ങൾ ഇതൊക്കെ പാലക്കാടുള്ള സാധനങ്ങളല്ലേ. പറ്റിച്ചൂടപ്പെട്ട കാന്തി. അപ്പൊ അതരക്കണം കൊറേ ഞാൻ വരുമ്പോഴേക്കും മിക്സിയില് സബോളയൊക്കെ വെട്ടി. അപ്പൊ എന്നിട്ട് ഇവിടെ അരക്കണുള്ള പിള്ളേർക്ക് അവിടെ കണ്ണേരിയാ തുടങ്ങി. അത്ര സബോള വെട്ടി സബോള എന്റെ അച്ഛൻ നട്ട സബോളയായിരുന്നു. കണ്ണിന് ഇത്തിരി എരിവ് കൂട്ടാൻ വേണ്ടിട്ട് ഞാൻ സ്പെഷ്യൽ ആയിട്ട് ഒരു സാധനം ഇട്ടുണ്ട്. അതാ അതങ്ങോട്ട് വെട്ടിക്കൂട്ടിയിട്ടോ. ഇപ്പൊ അവിടെ പറയാം എന്താ കണ്ണെരിഞ്ഞിട്ട് വയ്യാക്ക്. അമ്മ നുറുക്കിയിട്ട് മിക്സിയിൽ അരക്കണേ കണ്ണരിയില്ലായിരുന്നു കേട്ടോ. അപ്പൊ സബോള ചിരിക്കാണ്ട് സബോള ഇങ്ങനെ വടിയായിട്ട് നിൽക്കും. ഒരാളുടെ കണ്ണു പോലും ഞാൻ അരിയിക്കില്ല സദ്യച്ചിയെ. കറക്റ്റ് ആയിട്ട് ഞാൻ അരഞ്ഞോളാം സദ്യച്ചിയെ. അതൊക്കെ കണ്ടിട്ടില്ല. എന്ത് നല്ല സ്നേഹം. പാലക്കാട് തൂങ്ങി ഇനി ഞങ്ങളുടെ റൂമിൽ ഇപ്പൊ TV ആയി. ഇനി അമ്മയുടെ വക ഗ്യാസ് സ്റ്റവ്. എന്നിട്ട് വേറെ ഞങ്ങൾ ഈ വാതിൽ ഇങ്ങനെ അടയ്ക്കുന്നിട്ട് അവിടെ കുളിക്കും. TV മാത്രല്ല ഏസിയും തരണം. അല്ലമാരി അപ്പൊ കൊണ്ട് ഞാൻ ഒരു പോക്കും. ഒരു കിടക്കും 2 കിടക്കുണ്ട്. ഇപ്പൊ ഒരു കിടക്കും ധാരാളം. ഇവിടെ 5 ജിമ്മിന് പോയിട്ട് ഒരു കാര്യമാണ് രാവിലെ അമ്മ പറയണേ. എന്താ ചോദിക്കണ 5 ജിമ്മിന് പോയിട്ട് വരും. എന്നിട്ട് പറയും വൈകുന്നേരം ആകുമ്പോ കൂട്ടാനും പേര് ഇതൊക്കെ കൂടി കാണുമ്പോഴേ എന്നോട് പറയേ ഞാൻ ഇത്തിരി ചോറുണ്ടോട്ടെ ചോദിക്കാം. അപ്പൊ ഞാൻ ബിബുലിനോട് ഞാൻ പറഞ്ഞേ എന്നാ ഉണ്ണാത്ത ദിവസം ചോദിച്ചു. ജിമ്മിന് പോണേക്കാണ് പ്രശ്നം. എനിക്ക് എന്റെ മനസ്സിന് സന്തോഷം. ഞാൻ ഇത്തിരി ഭക്ഷണം കഴിക്കുമ്പോഴാണെങ്കിൽ ഞാനത് അമ്മ കഴിക്കണ പോലത്തെ ഭക്ഷണം ഞാൻ കഴിക്കണില്ലല്ലോ. 7 മണിക്ക് 2 ട്രിപ്പ്, 8 മണിക്ക് 2 ട്രിപ്പ്, 9 മണിക്ക് 2 ട്രിപ്പ്, 10 മണിക്ക് ചായ തട്ടിട്ട് കളഞ്ഞതാ. 10 മണിക്ക് മക്കൾ വരുമ്പോ മക്കളുടെ കൂടെ 2 ട്രിപ്പ്, 3 നാഴി അരി വെച്ചാൽ
2.25 നാഴി അമ്മ കഴിക്കണേ, ബാക്കി 3/4 നാഴി കൊണ്ടാണ് ഞാൻ എന്റെ ഭർത്താവ് മക്കള് പറ്റുന്നില്ല. ഞങ്ങള് 3 പേര്. അതുകൊണ്ടാ അമ്മേ പുറത്തേക്ക് നിക്കാൻ പോയപ്പോ ഞങ്ങൾ 1 നാഴി അരി വെച്ചിട്ടേ 2 ദിവസം കഴിക്കാറ്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, 4 നാഴി അരി വെക്കണത് 1 നാഴി അരി വെക്കണതിന്റെ വ്യത്യാസം. ചോറ് അരി തീരാണ്ട് ഞങ്ങൾ എന്തോരം ബുദ്ധിമുട്ടിയെന്ന് അറിയാം. ഞങ്ങൾ എന്ത് ചെയ്തത്, അന്നദാനം നടത്തി അരി കഴിയാണ്ട്. ആളാണ് ഈ വയറ് മൊത്തം ചോറാണ്. കഞ്ചു ഞാൻ കാണിക്കില്ല. പകല് മൊത്തം മിച്ചറൊക്കെ തന്ന് ബോംബെ മിച്ചർ കുറെ നാളായി ബോംബെ മിച്ചർ വെച്ചിട്ട് കാണിക്കുമ്പോ അവര് വിചാരിക്കും നമ്മള് കുറച്ച കൊടുത്തോളൂ. അമ്മ കണ്ണോണ്ട് കാണിച്ചോണ്ടാ ചേട്ടാ അമ്മ കണ്ണോണ്ട് ഞങ്ങനെ ഇടുമ്പളേ അമ്മ കണ്ണോണ്ട് കുറച്ചിട്ടാ കൊറേ ഇടാനാ കാണിച്ചത്. ചൂടെ വെയിറ്റ് നോക്കിട്ടാ സതീദേവി ഉത്രാടം പറയാ. ഉത്രാടം എന്താ നാള്? ഭരണി നിങ്ങളും ഭരണിയാ, വിഭുവും ഭരണി, 3 ഭരണി ഒരു വീട്ടിൽ എന്താ പറയാ, 100 കഴിഞ്ഞോ? 100 കഴിഞ്ഞിട്ടില്ല തോന്നുന്നുണ്ട്. എത്ര ഇന്നലെ 100 കഴിഞ്ഞു, 101. ആ വയറ് മാത്രം മുറിച്ചിട്ടേ എന്റെ ചെലവുണ്ട് 100 കഴിഞ്ഞിട്ടെന്ന്. അവളെ എത്ര വെയിറ്റ് എന്ന് പറയാ? 5 പറയടി ഫോണിൽ കൂടെ. ആൾക്കാർ ഇപ്പൊ എന്താ എനിക്ക് സൗകര്യമില്ല നിങ്ങളോട് എന്റെ വെയിറ്റ് പറയാൻ. ഇതെല്ലാം എന്റെ ഇഷ്ടമാണ്, എന്റെ ശരീരം എന്റെ ഇഷ്ടം. എന്റെ വെയിറ്റ് നിങ്ങൾ ഒരാളും അറിയണ്ട. വിരിഞ്ഞിട്ട് ഇവിടെ. അതാണ് അതെ, ഒരു കുട്ടിയായിട്ടൊരു 500 കിലോനായി ഞങ്ങൾ വിരോധമില്ല. ആ ഫോൺ എടുത്താ 500 കിലോ ഓടി പറയോ എന്റെ ചേച്ചിക്ക് ഭ്രാന്ത് പിടിച്ചേ. അവളോട് പറഞ്ഞോ ഇറങ്ങിയെന്ന്? അവരോട് ഗൈസ് നമ്മളപ്പോ നമുക്ക് വണ്ടി എടുത്തിട്ട് വരുമോ അവിടെ? ഞാൻ അമൃതി കൂടി ഒരുമിച്ച് പോകും. വഴി കാണിച്ചു തരും. നമ്മളപ്പോ പോവാണ് ഗൈസ്. വീഡിയോ അവസാനിപ്പിക്കാണ്. ഇവളുടെ തന്നെ ഒരു മിനിറ്റ് ഉണ്ട്, അവളെ 10 മിനിറ്റ് ഉണ്ട് ഇവളുടെ വീഡിയോ തന്നെ. ഇവർ രണ്ടാളുടെയും വർത്താനം ആൾക്കാര് എന്തൊക്കെ പറയുമ്പോ പറയട്ടെ. അങ്ങോട്ട് ആ വീഡിയോ ഫോട്ടോ എടുത്തിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ഗൈസ്, ബൈ.